ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇവിടെ ശരിക്ക് ഇൻഡിവിജ്വലായിട്ടാണ് ഓരോരുത്തരും കളിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ. ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും അവർ ഫ്രണ്ട്ഷിപ്പാണ്, അവർ സുഹൃത്തുക്കളാണ്, ലവ് ആണ്, എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ ആണ് എന്നവർ പറയുന്നു. ലാലേട്ടൻ വന്ന് ചോദിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഗെയിം കളിക്കുന്നത് എങ്ങനെ, ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ജാസ്മിൻ ഒറ്റയ്ക്കാണോ ഗെയിം കളിക്കുന്നത്, ജാസ്മിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജാസ്മിൻ പ്രതിനിധാനം ചെയ്യുന്ന ടീമിന് വേണ്ടിയിട്ടോ ആണോ ഗെയിം കളിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ഒരു വീക്കിൽ ഒരു ടാസ്ക് വന്ന സമയത്ത് ജാസ്മിൻ ടണൽ ടീമിലും അതേപോലെ തന്നെ ഗബ്രി ഡെൻ ടീമിലുമായിരുന്നു. ഡെന്നാണോ നെസ്റ്റാണോ എന്ന് ചെറിയ സംശയമുണ്ട്, ഡെന്നാണോ തോന്നുന്നു. അവിടെ വിജയിച്ചത് ടണൽ ടീമാണ്. പവർ ടീമിൻ്റെ ആ ഒരു ഡിസിഷൻ പ്രകാരം വിജയിച്ച് ടണൽ ടീമാണ്. അതായത് ഒരു ആക്ട് അവിടെ നടക്കുന്ന ഒരു ആക്ട് അവിടെ കാണിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ടാസ്ക്. അതിൽ വിജയിച്ച ടണൽ ടീമാണ്. ടണൽ ടീമിലുള്ള ജാസ്മിൻ പക്ഷേ എല്ലാവരോടും നടന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ടണൽ ടീമാണ് ജയിച്ച്, ഡെന്നി ടീമിൻ്റെ അല്ലേ പ്രകടനം നന്നായത് എന്നുള്ള രീതിയിൽ ജാസ്മിനെ എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള കാരണം ഗബ്രി ഡെന്നിലാണ് എന്നുള്ളത് മാത്രമാണ്. അവർ നന്നായിട്ടില്ല എന്ന് പറയുന്നില്ല കേട്ടോ. അവരുടെ മറ്റേ അർജുൻ്റെ ആ ജാൻമണിയായിട്ടുള്ള ആക്റ്റൊക്കെ വളരെ സൂപ്പറായിരുന്നു. അപ്സരയുടെ ജിൻഡോ അടിപൊളിയായിരുന്നു. പക്ഷേ ഓവറോൾ ടണൽ തന്നെയാണ് അതിൽ മുന്നിട്ട് നിന്നിരുന്നത്. ഇന്നത്തെ ഗെയിം, ഇന്ന് ജിൻഡോ, അൻസിബ, ജാസ്മിൻ അടങ്ങുന്ന ടീമും അതേപോലെ തന്നെ പവർ ടീമും തമ്മിൽ മത്സരിക്കുമ്പോൾ ചെറിയൊരു കശപിശ ഉണ്ടായി ഗബ്രിയും നമ്മുടെ ജിൻഡോയും തമ്മിൽ. അതിൽ ഒരു 100% ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഗബ്രിയുടെ ഭാഗത്ത് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഈ ഒരു ഗെയിം ആദ്യമേ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഫിസിക്കൽ ഗെയിമാണ് എന്നുള്ളത്, പിടിച്ചു വെക്കാം എന്നുള്ളത്. ഈ ഗെയിമിൽ നേരത്തെ നമ്മൾ ഇതിന് മുമ്പത്തെ സീസണുകളിലും കണ്ടിട്ടുണ്ട്, പിടിച്ചു വെക്കാം, അതായത് ഹോൾഡ് ചെയ്ത് നിർത്താം എന്നുള്ളത്. പക്ഷേ അതിനെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ടാസ്കിലേക്ക് കൊണ്ടുപോയത് ഗബ്രിയാണ്. പക്ഷേ ഇവിടെ ന്യായീകരിക്കുന്നത് ഗബ്രിയാണ്. ജാസ്മിൻ ഇവിടെ ന്യായീകരിക്കുന്നത് ഗബ്രിയാണ്. ഓപ്പോസിറ്റ് ടീമിൽ നിൽക്കുന്ന ഗബ്രിയാണ് ജാസ്മിനോട് ന്യായീകരിക്കുന്നത്. അപ്പോൾ എന്ത് മത്സരമാണ് അവിടെ ഒറ്റയ്ക്ക് ജാസ്മിൻ കളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ടീമായിട്ടാണ് കളിക്കുന്നത് എങ്കിൽ ജാസ്മിൻ അത് തുറന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം, ഞാൻ ഗബ്രിയുള്ള ടീമിൽ മാത്രമേ കളിക്കൂ എന്ന്. അല്ലാതെ ഇങ്ങനെ നിന്ന് നമ്മുടെ നന്ദന പറഞ്ഞതുപോലെ 2 തോണിയിൽ കാലിട്ടുള്ള പരിപാടി, അത് പ്രേക്ഷകനെ പറ്റിക്കുന്ന പരിപാടിയാണ്, അത് നടക്കില്ല.